നിയമസഭ ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സംസാരിക്കുന്നു. 2021 കൊയിലാണ്ടി നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അവർ ഈ സഭയുടെ ഭാഗമാകുന്നു. ഭരണരംഗത്തെ ദീർഘകാല പരിചയം ഈ സഭയിലെ ജമീലയുടെ ഇടപെടലുകൾക്ക് തിളക്കമേകി എന്നത് നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. നിയമസഭയിൽ അംഗമായിരുന്ന കാലയളവിൽ ജനജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നങ്ങളെ എല്ലാ ഗൗരവത്തോടെയും ഈ സഭയിൽ അവതരിപ്പിച്ചിരുന്നു. നിയമനിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി. അടിച്ചമർത്തപ്പെടുന്നവരുടെ ഭാഗത്താണ് എല്ലാ കാലത്തും ജമീലയുണ്ടായിരുന്നത്. ശ്രദ്ധേയയായ നിയമസഭാ സാമാജിക, കരുത്തയായ സംഘാടക, മികച്ച വാഗ്മി, പാർട്ടി പ്രചാരക എന്നിങ്ങനെ വിവിധ തലങ്ങളിൽ ശ്രദ്ധേയായിരുന്നു കാനത്തിൽ ജമീല. രോഗം ബാധിച്ച് ചികിത്സയിലായിരുന്ന ഘട്ടത്തിലും പൊതുകാര്യങ്ങളിൽ ശ്രദ്ധയോടെ ഇടപെടാനും പരിഹാരം കാണാനും അവർ ശ്രദ്ധിച്ചു. രോഗത്തിൻ്റെ ലാഞ്ചന പോലും പുറത്തു കാണിക്കാതെ ആത്മവിശ്വാസത്തോടെ പല പൊതുപരിപാടികളുടെയും ഭാഗമായി. അതുകൊണ്ട് തന്നെ രോഗം ഭേദമായി വൈകാതെ തന്നെ കൂടുതൽ സജീവമായി അവർ പൊതുരംഗത്ത് പ്രവർത്തിക്കുമെന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചു. എന്നാൽ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കാനത്തിൽ ജമീല നമ്മെ വിട്ടുപിരിഞ്ഞു. അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളാണ് നമ്മളെല്ലാവരുടെയും മനസ്സിലുള്ളത്. അതൊന്നും ഒരിക്കലും മായുന്നതല്ല. കാനത്തിൽ ജമീലയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സഭയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് വേണ്ടി ശ്രീ കെ ബാബു. അങ്ങും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ശ്രീമതി കാനത്തിൽ ജമീലയുടെ വേർപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളോടെല്ലാം ഞാനും എൻ്റെ പാർട്ടിയും യോജിക്കുകയാണ്. സർ, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ എല്ലാ തലങ്ങളിലും അംഗമാകാൻ സാധിച്ച അപൂർവം ആളുകളിൽ ഒരാളാണ് ശ്രീമതി കാനത്തിൽ ജമീല. മലബാർ പ്രദേശത്തു നിന്ന് നിയമസഭയിൽ വന്നിട്ടുള്ള വനിതാ അംഗങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരംഗം ആയിരുന്ന ശ്രീമതി കാനത്തിൽ ജമീല അങ്ങേയറ്റത്തെ ജനാധിപത്യ ബോധവും മതേതര നിലപാടും ഈ സഭയിൽ എന്നും പ്രകടിപ്പിക്കാറുണ്ട്. രണ്ട് പക്ഷമാണെങ്കിലും ഇടവേളകളിലെല്ലാം കാണുന്ന സന്ദർഭത്തിൽ മലബാർ സ്ലാങ്ങിൽ വളരെ അടുത്ത സൗഹൃദം പുലർത്താൻ അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും സാമൂഹിക രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം, പ്രത്യേകിച്ച് താഴെ ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തെല്ലാം വളരെ കൂടുതൽ സംസാരിച്ചിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കെ ഞാൻ ശ്രീമതി കാനത്തിൽ ജമീല കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ അന്ന് മന്ത്രി എന്നുള്ള നിലയിൽ പല പരിപാടികളിലും പങ്കെടുക്കാനും പല കാര്യങ്ങളിൽ പങ്കാളിയാകാനും സാധിച്ചിട്ടുണ്ട്. അന്നെല്ലാം വളരെ ശ്രദ്ധിക്കപ്പെടത്തക്ക വിധത്തിലുള്ള വശ്യമായ ഒരു പ്രവർത്തന ശൈലിയും അതുപോലെ തന്നെ വളരെയധികം നേതൃത്വപരമായ നിലപാടും സ്വീകരിച്ചിരുന്നു എന്ന് ഞാൻ ഓർക്കുകയാണ്. ശ്രീമതി കാനത്തിൽ ജമീല 1995 ആദരം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നിയമസഭാ നടപടികൾക്ക് തുടക്കമായിട്ടുണ്ട്. മുഖ്യമന്ത്രി സംസാരിച്ചു. ഇപ്പോൾ കെ ബാബു MLA സംസാരിക്കുകയാണ്. അതിന്റെ തത്സമയ സംരക്ഷണമാണ് പ്രേക്ഷകർ കണ്ടത്. നമ്മൾ